നമ്മുടെ നെക്സ്റ്റ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അതെ. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ കുറച്ച് ചലഞ്ചിങ് ആണ് ശരിക്കും. എന്താ പറയാ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, വെറൈറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും നമ്മുടെ ചലഞ്ച് എന്താണ്. നമ്മുടെ ചലഞ്ചിന്റെ പേരെന്താണ്? ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച്. ഇതാണ് നമ്മുടെ ചലഞ്ചിന്റെ പേര്. അപ്പൊ ഇതിലെ റൂൾസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോ നമ്മളൊരു പ്ലേറ്റിൽ ഇപ്പോൾ കുറച്ച് ഐസ്ക്രീംസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർ 3 പേരും മാക്സിമം ഐസ്ക്രീം ആരാണോ തിന്നുന്നത് അവരാണ് ഈ ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ചിൽ വിജയിയാകുന്നത്. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ അധികം കഴിച്ച് കഴിയുമ്പോൾ മടുപ്പ് വന്നിട്ട് നിർത്തുവാണെന്നുണ്ടെങ്കിൽ അവരും ഈ ചലഞ്ചിൽ നിന്ന് ഔട്ട് ആകും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചലഞ്ച് വരില്ല. ആവേശം, നല്ല ആവേശമാണ്. എന്തായാലും നമുക്ക് നോക്കാം. തൊണ്ടവേദനയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ ചലഞ്ചിൽ കയറാണ്ടിരുന്നതിന്റെ കാര്യം തൊണ്ട അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചലഞ്ചിൽ നിന്ന് മാക്സിമം ഒഴിവായത് കേട്ടോ. എന്നാലും ഞാൻ ഐസ്ക്രീം മനസ്സാണ്, ഇതൊക്കെ മനസ്സാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലോട്ട് കടക്കാം. നിങ്ങൾക്ക് അറിയാം, ഐസ്ക്രീം ആകുമ്പോ പെട്ടെന്ന് അലിയണ സിറ്റുവേഷൻ ഒക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയാ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്, കാരണം ഈ ഐസ്ക്രീമിന്റെ അവസ്ഥ അറിയാലോ, ഓൾറെഡി മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാനിപ്പോ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യണം. ഓവർ ആവേശം കാണിക്കണ്ട കേട്ടോ ചാച്ചു. ഓക്കെ, പിന്നെ തൊണ്ടയൊക്കെ നോക്കണം കേട്ടാ, ഇഷ്ടമില്ലാണ്ട് ഇരിക്കണല്ലേ കേട്ടാ, മനസ്സറിഞ്ഞ് ഇല്ലണം കേട്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റെഡി 1 2 3 സ്റ്റാർട്ട്. മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓ ചാച്ചുവിന്റെ ഒക്കെ മെൽറ്റായി. ഇതിപ്പോ മെൽറ്റായി, ഇത് കറക്റ്റ് ആയിട്ട് നിന്നോട്ടാ. ബിനീഷ് കാക്കാന്റെ ചെറിയൊരു പീസ് അതിന്റെ അകത്തുണ്ട്. മെൽറ്റായി കൂട്ടും അതിന്റെ അകത്തുണ്ട് കേട്ടോ. റിച്ചുക്ക് ഫുള്ളായിട്ടുള്ള കിട്ടി. ബിനീഷ് കാക്കാന്റെ എന്താണിത്? ചാച്ചുവിന്റെ ഈ പീസ് കിട്ടാ കഴിക്കണോട്ടാ. റൂൾസ് എപ്പോഴും റൂൾസ് ആയിരിക്കണം. മാക്സിമം നിങ്ങൾ കോലിന്റെ ആ സൈഡിൽ നിന്ന് പൊട്ടിക്കാൻ നോക്കിട്ടോ. അപ്പൊ ഇതുപോലെ കോല് പോലെ കിട്ടും. ആ വെള്ളമൊക്കെ നോക്കി കുടിക്കണേ. അതാണ് തൊണ്ടവേദന എന്ന് പറയുന്നത്. തിന്ന് ചാച്ചത് മതി, മയങ്ങല്ലേ. ബിനീഷ് കാക്ക അങ്ങനെ രണ്ടാമത്തെ തീരാറായി ഗൈസ്. നിങ്ങൾക്കൊരു ആവേശമായിട്ട് കോമ്പറ്റീഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ബിനീഷ് കാക്കിന് രണ്ടാമത്തെയും ഏകദേശം തീരാറായി. ചാച്ചു രണ്ടാമത്തെ തുടങ്ങി ഗൈസ്. റിച്ചുടെ ഓൾമോസ്റ്റ് ബെൽറ്റ് ആയി. റിച്ചു അതൊക്കെ എടുത്ത് കഴിച്ചോ, കൈ വെച്ചെടുത്ത് കഴിച്ചോ. അതിന്റെ അകത്തുള്ള എല്ലാം കഴിച്ചോ, ഒന്നും വിടാണ്ട് കഴിച്ചോ കേട്ടോ. കൈ വെച്ചെടുത്ത് കഴിക്കുമ്പോൾ മോന് രണ്ടാമത്തല്ലേ എനിക്ക് തോന്നണേ ഐസ്ക്രീം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓവറായിട്ട് കഴിക്കേണ്ട വേണ്ടില്ല. നല്ലൊരു പോയിന്റ് അല്ലേ, കാരണം എന്ന് വെച്ചാല് അല്ലെങ്കിൽ ശരിക്കും ഫുൾ ഐസ്ക്രീം ആയിട്ട് കഴിക്കണം. മെൽറ്റ് ആയതുകൊണ്ട് കുറെയൊക്കെ പാക്കറ്റിലും കുറെയൊക്കെ പ്ലേറ്റിലൊക്കെ ആവണ്ട. അപ്പൊ അങ്ങനെയെങ്കിലും ഇവർക്ക് കുറച്ച് എന്താണ് ഡിഡക്ഷനാണ്, എന്താ പറയാ അത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നാണ് നക്കി പഠിക്കണ്ടല്ലോ. തീറ്റക്കാര്യത്തിൽ ബിനീഷ്കാനെ വെട്ടിക്കാൻ ആരുമില്ല. തൊണ്ടവേന എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ ഒന്നും കഴിക്കൂല, ഒരെണ്ണത്തിൽ തന്നെ നിർത്തും വിചാരിച്ചു. എന്തൊറ്റി നാലാമത്തെ ആണ് ഗൈസ്, നാലാമത്തെ. ഇവര് രണ്ടുപേരും സെക്കൻഡെങ്കിലും അടിക്കാനുള്ളത് നോക്കട്ടാ. മതിയായ പച്ച റിച്ചിനകത്ത് ചൂടുണ്ട്. ഇത് നോക്കിക്കേ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി, ഇതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ തിന്നു. നാലാമത്തെ
നോക്ക് സ്പൂണൊക്കെ ആക്കിട്ട് കഴിക്കണം നോക്കി. ബിനീഷിന് കോലുകൊണ്ട് നിന്നായിരുന്നു. ഇതിപ്പോ ചാച്ചു കൊടുക്കണോ ഞാൻ എടുക്കണോ? ചാച്ചു കൊടുക്കണോ? കിട്ടുന്നില്ല. ചാച്ചി ചോറായിട്ടൊക്കെ കഴിക്കണം. ഐസ്ക്രീം നമുക്ക് പല വിധത്തിലും കഴിക്കാമെന്ന് കാണിച്ചെന്ന ഒരു ചലഞ്ചാണ് കേട്ടോ ഇത്. ഞാനാള് തോറ്റത്. ഗായ്സ് ഏതായാലും തോറ്റ സ്ഥിതിക്ക് ഗായ്സ് എന്തായാലും കഴിഞ്ഞു ഗായ്സ്. ഞാൻ ജയിച്ചിരിക്കും 2 ഓവർ. ഗായ്സ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ ഇതിനെ കുറിച്ച് അറിയാലോ. ഞാൻ ദേ ഇപ്പൊ ലൈക് മതി കഴിഞ്ഞില്ലേ റിച്ചു? കഴിഞ്ഞ സാമ്പാർ ഓരോരുത്തരുണ്ട്. സാമ്പാർ കുടിക്കട്ടെ. മതി അവിടെ വെക്ക്. ആ സാധാരണ ഞാനിത് കഴിയുമ്പോഴത്തേക്കും എത്ര പേര് ലൈക്ക് എത്ര കവറ് തിന്ന് അങ്ങനെ കൗണ്ട് ചെയ്തിട്ടാണ് വിജയിനെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഓൾറെഡി മനസ്സിലാവൂല, അങ്ങനെ പാക്കറ്റ് ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവർക്കും മനസ്സിലായി ആരാണ് ഇതില് വിജയി. ആരാണ്? ബിനീഷ്. അപ്പൊ എല്ലാരും ബിനീഷിന്റെ പ്രോത്സാഹനമായിട്ട് എടുത്ത് നോക്കിയാൽ കാണാം ബിനീഷ് കാക്കി അതില് ഫസ്റ്റ്. കയ്യടി കൊടുക്ക് എന്താണ് ഇങ്ങനെയുണ്ട് തൊണ്ടവേനൊക്കെ പറയാം അവന്റെ മോനെ കണ്ടാ പറയാന്നുണ്ട്. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ഗായ്സ് റിച്ചുക്കാണ്. അത് സാരില്ല. പക്ഷേ 3 പാക്കറ്റ്, മൂന്നാമത്തെ പാക്കറ്റിന്റെ പകുതി ഇക്കാക്ക 2 പാക്കറ്റ് ഫുൾ ആയിട്ട് അങ്ങനെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെ ഇരിക്കുന്ന ഓർഡറിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഐസ്ക്രീം ഇഷ്ടമുള്ളവരാണ് 3 സെക്കൻഡ് അടി. ഇഷ്ടമല്ലാന്നാ പറഞ്ഞ ആവേശം മൂത്തിരുന്ന ആൾക്ക് 3ാമത്തെ സ്ഥാനം, ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് കഴിച്ചവർക്ക് 2ാമത്തെ സ്ഥാനം. തൊണ്ടവേദന എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാന്നല്ലേ പറഞ്ഞ, തൊണ്ടവേദനയാന്നാ പറഞ്ഞ. തൊണ്ടവേദന കൂടിയാലും കുഴപ്പമില്ല അല്ലേ? ചലഞ്ച് നല്ല അടിപൊളി ചലഞ്ച് ആയിട്ട് എടുത്തു അല്ലേ? അതില് വിജയിക്കുകയും ചെയ്തു. തൊണ്ടവേദനയായിട്ട് അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി പുതിയ ചലഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്ഥിരം എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.